ഹായ് ഫ്രണ്ട്സ്, കുക്ക് വിത്ത് ആശ നായരിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇത് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ട് ഒരു സാബുദാന വട അല്ലെങ്കിൽ ചവ്വരി വട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മള് സാബുദാന അല്ലെങ്കിൽ ചവ്വരിയുടെ വട, ഇത് ചവ്വരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചവ്വരി 2-3 സൈസിൽ വരും. ഞാനിപ്പോ ഇവിടെ ഒരു സ്മോൾ സൈസാണ്, അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസാണ് നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. വലിയ ചവ്വരി വരുന്നത് അത് വട ഉണ്ടാക്കും കേട്ടോ, പക്ഷെ അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാനാണെങ്കിൽ സ്മോൾ സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിന് നിറച്ച് എടുത്തിട്ട് ഞാനിപ്പോ രാത്രി വെള്ളത്തിലിടുവാണ് കേട്ടോ. ഒരു 4-5 മണിക്കൂർ അത് വെള്ളത്തിലിട്ട് നല്ലോണം സോക്ക് ആവണം. അപ്പൊ വെള്ളത്തിലിടുന്നതിന് മുമ്പ് നമുക്കിത് കഴുകി, പിന്നെ വട ഉണ്ടാക്കാൻ ഇതിന്റെ വെള്ളത്തിന്റെ ലെവല് അത് വെക്കുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്കിത് കാണാം. ഇതുപോലെ നല്ലവണ്ണം കഴുകി എക്സസൈസ് ആയിട്ട് ജസ്റ്റ് ഉള്ളത് കംപ്ലീറ്റ് പോകണം. ആ ഒരു ഇത് മതി കേട്ടോ. അതാ കണ്ടില്ലേ, ഇപ്പൊ ഒരു ക്ലീൻ ആയിട്ടുണ്ട്. ഞാനൊരു 2-3 വെള്ളം ഇതുപോലെ നല്ലവണ്ണം കഴുകിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കപ്പ് എടുത്തത് നമ്മളെ വീട്ടിലെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, ഇതിന്റെ ഇപ്പൊ ഇരട്ടി ആവത്തില്ലേ, അപ്പം നമ്മളത് അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇതിലൊഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ചവ്വരി കിടക്കുന്നതിന് 1 ഫിംഗർ വെള്ളം മുകളിൽ നിന്നാൽ മതി. അതിൽ കൂടുതലും നമുക്ക് വേണ്ട, അതിൽ കുറവും വേണ്ട. അത് കണ്ടില്ല, ചവ്വരിയുടെ ലെവല്. അത് കഴിഞ്ഞിട്ട് 1 ഫിംഗർ വെള്ളം മാത്രം മുകളിൽ നിൽക്കണം. നമ്മളിങ്ങനെ നോക്കിയാൽ അതിന്റെ 1 ഫിംഗർ മാത്രം അത് മുകളിൽ നിൽക്കണം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇതിനെ കുതിർത്തി വെക്കുന്നത്. വെള്ളം നമുക്ക് കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും അത് പറ്റത്തില്ല. അപ്പം ഇതുപോലെ ഞാനാണെങ്കിൽ ഇപ്പം രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ ഇപ്പൊ സോക്ക് ചെയ്ത്, അപ്പം നമുക്കത് മോർണിംഗ് ഞാൻ കാണിക്കാം അതെങ്ങനെയായിരിക്കും. നമ്മള് സാബുദാന വടയ്ക്ക് ഞാനാണെങ്കിൽ ഈ ഒരു കിണ്ണം നിറച്ചിട്ട് ഓവർനൈറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു 10 മണി, രാത്രി 10 മണിയായപ്പോൾ ഞാൻ സോക്ക് ചെയ്തതായിരുന്നു. ഇതിപ്പോ ഞാൻ രാവിലെ അതേ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോ രാവിലെ എഴുതിയത് നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ ആണ്. അപ്പം വെള്ളം അതിൽ നമ്മൾ ഒഴിക്കുന്നത്, ഞാൻ ആ ഒരു വിരലിന്റെ ഇത് ഇട്ടതിന് ശേഷം ഇത് ഇത്രയാണ് കേട്ടോ, ഇതിങ്ങനെ സോക്കായിട്ട് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, സോക്കായത് പെർഫെക്റ്റ്ലി കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് സോക്കായിട്ടുള്ളത്. അപ്പം ഇത് ഇട്ട് കാണിച്ചു തരാം. അടിവശവും ഇതിന്റെ സെയിം അതേ ഇതിൽ തന്നെ, ഒരു ഇച്ചിരി പോലും വെള്ളമില്ല ഇതില്. പിന്നെ സാബുദാന എടുക്കുമ്പോഴത്തേക്ക്, ചവ്വരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഒരുപാട് പഴകിയ ചവ്വരി എടുക്കല്ലേ. പിന്നെ അത് കഴുകിയിട്ട് തന്നെ അതിന്റെ ഈ എക്സ്ട്രാ ഒരു വൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു പൗഡർ പോലത്തെ ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് തന്നെ സോക്ക് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഈ ഒരു അപ്പൊ വെള്ളത്തിന്റെ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇതിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പം ഇതിന് ഞാൻ കണ്ടില്ലേ, നിലക്കടല നമ്മൾ കപ്പലണ്ടി ഞാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് എല്ലാം ഓൾമോസ്റ്റ് തൊലി പോയിട്ടുണ്ട്. 4-5 അങ്ങനെ അതിൽ പോവാതെ ഉണ്ട്. ഇതിനെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. കംപ്ലീറ്റ്ലി പൊടിക്കണ്ട നമുക്ക്. പിന്നെ ഇതിന് കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, നാരങ്ങ. അപ്പൊ ഇതിനെല്ലാം ചോപ്പ് ചെയ്യണം. ഞാൻ ഇതിനെല്ലാം ചോപ്പ് ചെയ്ത് ഇതിനെയും തരതിരിപ്പായിട്ട് പൊടിച്ച്, പിന്നെ നമ്മൾ ഇതിൽ വേറെ എന്തൊക്കെ ആഡ് ചെയ്യും നമുക്കത് കാണാം. നമ്മള് സാബുദാന വടയ്ക്ക് ഞാൻ ആ ഒരു ക്വാണ്ടിറ്റിക്കാണ് കാണിക്കുന്നത് കേട്ടോ. എന്റെ കപ്പ് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പൊട്ടാറ്റോസ് ആണ്, അത് ഇതേ സൈസിൽ 3 എണ്ണം. ഒരെണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്തു, ഇനി 2 എണ്ണം നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്താലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈവൻ ആയിട്ട് നമുക്കത് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്നതൊക്കെ ഞാനാണെങ്കിൽ നമ്മളെ കട്ട്ലറ്റിന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് അതുപോലെ ബോയിൽ ചെയ്ത് നമുക്ക് നല്ലവണ്ണം ബോയിലായിട്ട് കിട്ടും. നമ്മളെ സാബുദാന വടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ക്രഷ്, ഞാൻ ഈ പരുവത്തിനാണ് ക്രഷ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അത് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രഷ് ചെയ്ത്.
കപ്പലണ്ടി ഫസ്റ്റ് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണെങ്കിൽ പിന്നെ അത് ചില സമയത്ത് അവിടെ ആയിട്ട് കട്ട പിടിച്ചിട്ട് കിടക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പിന്നെ അളവിനനുസരിച്ച് വേണം പൊട്ടാറ്റോ ഒക്കെ മിക്സ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല അത് ഇത്രയും ക്വാണ്ടിറ്റി, ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ 3 പൊട്ടാറ്റോ എടുത്തത്. ഞാനാണെങ്കിൽ ഒരു 5-6 പച്ചമുളകും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. നല്ലവണ്ണം മഷി പോലെ അരച്ചിട്ടില്ല. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ചില്ലി ഫ്ലേക്സ്. എരിയൊക്കെ അതിന്റെ അക്കോർഡിംഗ് നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. നല്ല ജീരകം ക്രഷ് ചെയ്തിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് ആണ് ഇതില് മുന്നേ നിൽക്കുന്നത്. പിന്നെ പെപ്പർ ക്രഷ്ഡ് ആണ്. എരിയൊക്കെ ബാലൻസ് ചെയ്ത് എങ്ങനെ നമ്മൾ ഇത് ഇടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ വേണം ബാക്കി മുളകൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഉപ്പ് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയാണെങ്കിൽ ഇതിന്റെ എല്ലാം ഒന്ന് ബാലൻസ് ആക്കും. അതിന് വേണ്ടിയിട്ടാണ്. നല്ല ഫ്ലേവർ ആണ് ഇതിന് കേട്ടോ. പിന്നെ പൊട്ടാറ്റോ ഞാനുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ്, പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കരിവേപ്പില ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ കരിവേപ്പില യൂസ് ചെയ്യാം. നാരങ്ങ 2 നാരങ്ങയുടെ നീരാണ്, ചെറിയ നാരങ്ങയായിരുന്നു. അപ്പം ഇതിനെ നമുക്ക് കൈയിട്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യേണ്ടി വരും. അപ്പം ഇതുപോലെ ഇത് നമുക്ക് മിക്സ് ആയിട്ട് വരണം. നമുക്ക് ഉണ്ടല്ലേ ഈ ഒരു പരിവായിരിക്കണം. അപ്പൊ ചെറുതാണോ വലുതാണോ നമ്മൾ ആ സൈസിന്, നമ്മുടെ നാട്ടിലെ പരിപ്പുവടയൊക്കെ എടുക്കുന്ന ആ ഒരു അതേപോലെ തന്നെ കേട്ടോ. സൈസൊക്കെ നമ്മൾ അക്കോർഡിംഗ് എടുക്കാം. പക്ഷെ അത് വെള്ളം കയ്യിലൊന്നതാ ഞാൻ ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. സൈഡ്സ് ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ്സ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പൊ വലുത് വേണോ ചെറുത് വേണോ അതൊക്കെ നമ്മളെ അക്കോർഡിംഗ് ഇതുപോലെ നമുക്ക് ചെയ്ത് ഒരുപാട് ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റ് ആണ്. അത് പക്ഷെ ചൂടോടെ നമ്മൾ കഴിക്കണം. വെച്ചിരുന്നാൽ അത് പിന്നെ ഒരുമാതിരി സ്പോഞ്ച് പോലെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി, ചൗരിയൊക്കെ എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പം അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേമസ് ആണ് കേട്ടോ. വ്രതത്തിനാണ് അവർ കൂടുതൽ. പക്ഷെ അതിൽ അവരിടുന്ന മസാലാസ് എന്ന് പറഞ്ഞാൽ അവരിതുപോലെ ചില്ലി ഫ്ലേക്സ് ഒന്നുമില്ല. പച്ചമുളകും ജീരകവും പിന്നെ ഇത് നമ്മളെ കുരുമുളകും ഇഞ്ചിയൊക്കെ ഇടത്തുള്ളൂ. ബാക്കിയൊന്നും അവർ യൂസ് ചെയ്ത് അവർ വ്രതത്തിന് അതൊന്നും കഴിക്കുന്നത്. പിന്നെ സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിങ്ക് സോൾട്ട് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു നോർമൽ സ്നാക്സ് ആയിട്ട് കാണിച്ചിട്ടാണ്. പിന്നെ തേങ്ങയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. വ്രതത്തിന് അവർ തേങ്ങയൊക്കെ കഴിക്കുമല്ലോ. അവർ കപ്പലണ്ടി കഴിക്കും. എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. ഇതിന്റെ ഉപ്മാവും നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ പായസം ഉണ്ടാക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മീഡിയം സൈസ് വലിയ സൈസൊക്കെ എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വടക്ക് കുഞ്ഞാണ് എടുക്കുന്ന പോലെ ഞാനിത് എല്ലാം ഇങ്ങനെ സൈഡ്സ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഈവൻ അല്ലെങ്കിൽ എന്തെന്നോ അകത്ത് എണ്ണ കയറും. അപ്പം അതിനൊന്ന് ശ്രദ്ധിച്ചോണം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ സ്ലിമ്മിൽ ഇട്ടിരിക്കുകയാണ്. ഞാൻ വട റൗണ്ട് ആക്കുന്നുണ്ട്. അപ്പം നല്ലവണ്ണം ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം. അപ്പൊ എണ്ണ വേണം അതിൽ നല്ലവണ്ണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കൈ നനച്ചിട്ടാണ് ചെറുതായിട്ട് കണ്ടില്ല. എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അത് ചൂടാക്കുമായിരുന്നു. നല്ലോണം ചൂടായി. പിന്നെ ഒരുമിച്ച് നമുക്ക് ഒരുപാട് എണ്ണം ഇടണ്ട എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ക്രൗഡഡ് ആയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മളിത് ഒരു 2 മിനിറ്റ്സിന്റെ ടൈം നമ്മൾ ഇത് കൊടുക്കണം. ഇതിനെ ഒന്ന് ഇനി ഇത് കട്ടില്ല ഒരുപാട് ഇതുപോലെ എണ്ണ ഇതൊന്ന് മുകളിലത്തെ ബബിൾസ് ഒന്ന് ഇതാവുന്നത് വരെ നമ്മൾ ഇനി അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. അപ്പൊ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം. അതല്ലെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകും കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ 2 മിനിറ്റ് ആയി. നമുക്ക് ഫ്ലെയിമൊക്കെ ശ്രദ്ധിച്ചോണം. ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് മാറിക്കോളും.
കണ്ടില്ലേ ഇതുപോലെ അതിന്റെ ബബിൾസ് നമ്മൾ ഇട്ട സമയത്തുള്ള ബബിൾസും പിന്നെ അത് നല്ലോണം പ്രിപ്പയർ ആയി കഴിയുമ്പോഴത്തേക്ക് ആ ബബിൾസിന് ഒരു ചേഞ്ച് വരും. അപ്പൊ നമുക്ക് ഈ ഒരു ക്രിസ്പ്നെസ് മതി. അപ്പൊ എപ്പോഴും ഇടുന്ന സമയത്ത് എണ്ണ ചൂടായിരിക്കണം. അതിനുശേഷം നമ്മൾ ലോ ആയിട്ട് ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ അകത്ത് വരെ അത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇപ്പം കണ്ടില്ല ഞാൻ ലോ ആയിട്ട് ചെയ്തിരിക്കുമായിരുന്നു. ഇനി എണ്ണ ഞാൻ ഫുള്ളില് തിരിച്ചിടുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ഒരു സൈഡ് ഇടുമ്പോഴും ഈ ബബിൾസ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ തിരിച്ച് ഇങ്ങനെ ആക്കാവും. ഒരു ചെറിയൊരു ചട്നി പോലെ നമുക്ക് ചെയ്യാനാണ് ചമ്മന്തി. അതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹാൻഡ് ഫുൾ ഓഫ് മല്ലിയില, അത് നല്ല തണ്ടൊക്കെ ഉണ്ട്, നല്ലോണം ക്ലീൻ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മളെ മിന്റ് ലീവ്സ്, പുതിനേര ലീവ്സും അതും ചെറിയ തണ്ടായതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് എല്ലാം ഞാനൊരു കൈക്കണക്കിന്, അതിന് മുന്നിൽ ഒരു ഹാൻഡ് ഫുൾ നല്ലവണ്ണം നമ്മളെ കൈക്കണക്കിനനുസരിച്ച്, എരിയൊക്കെ നമ്മളെ ടേസ്റ്റിന്റെ അക്കോർഡിങ് നമുക്കിടാം. അപ്പം ഞാനൊരു 2-3 പച്ചമുളകും ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ ടേബിൾ സ്പൂൺ നല്ല ജീരകവും ഇച്ചിരി ഇഞ്ചിയും, കണ്ടില്ലേ ഒരു കുഞ്ഞ് ചെറിയ സ്ലൈസ് ഉള്ളി. എന്നിട്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നുമല്ല, ഇത്രയും തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ നല്ല കട്ടിക്ക് വേണം നമുക്ക് അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അരയ്ക്കുമ്പോൾ നമുക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തൈരും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മിന്റും കൊറിയണ്ടറും ഒരു ചട്നി തൈര് ഒഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവരും കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ട് ഒരു സാബുദാന വട, ചവ്വരി വട, സാഗോ വട നമ്മൾ ഉണ്ടാക്കിയത്. എത്ര ഡിലീഷ്യസ് ആണ് അത്. നമ്മൾ ഉണ്ടാക്കി നോക്കണം എല്ലാവരും. പിന്നെ അത്രയ്ക്ക് ഹെൽത്തിയാണ് അത്. പീനട്സ് ഒക്കെ നമ്മൾ ഇതിൽ ഒരുപാട് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ചെറിയ ചെറിയ ടിപ്സ് അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് എല്ലാവരും ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ ഒരുപാട് ക്രിസ്പിയാണ്. വെളിയിൽ നിന്ന് എത്ര ക്രിസ്പിയാണ് ഇത്, അത്രയ്ക്ക് അകത്തുന്നത് ജ്യൂസിയാണ്. കണ്ടോ ചൂട് ആവി വറക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത് കഴിക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും ഒരു ചെറിയ രീതിയിലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഒരുപാട് നല്ല റെസിപ്പീസ് ആയിട്ട് കുക്ക് വിത്ത് ആശ നായറിൽ നമുക്ക് ഉടനെ കാണാം. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിന ചട്നി ഇത് വടയുടെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസിന്റെ കൂടെ ഇത് ഒരുപാട് ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് പുതിയ അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം.